Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. നമസ്കാരം, ഞാൻ രാജേഷ് പെരുങ്കുഴി. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും അറിയാം വിഷു ആണ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് വിഷു സ്പെഷ്യലായിട്ടാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വ്യത്യസ്തമായ ഫാമിലി തന്നെയാണ്. ഇന്ത്യൻ സ്കൂളിലെ ഒരു ടീച്ചറും ഫാമിലിയുമാണ് സന്ധ്യ ടീച്ചർ. സന്ധ്യ ടീച്ചറും ഫാമിലിയുമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഈ കുഞ്ഞ് ഫ്രെയിമിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ഗിരീഷ്. ഗിരീഷ് എവിടെയാണ്? നാട്ടിലെവിടെയാണ്? നാട്ടിൽ ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? ട്രിവാൻഡ്രത്ത് ബാലരാമപുരം. ബാലരാമപുരം. ഞാനും ഒരു ട്രിവാൻഡ്രം സ്വദേശിയാണ്. ട്രിവാൻഡ്രം ചിറയൻകീഴാണ് എൻ്റെ സ്വദേശം. അപ്പോൾ നമ്മുടെ സ്വന്തം ജില്ലക്കാർ തന്നെയാണ് ഉള്ളത്. ടീച്ചർ സന്ധ്യ ടീച്ചർ പറയൂ. ഞാൻ ട്രിവാൻഡ്രമാണ്. ബാലരാമപുരം തന്നെയാണ്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ നമ്മുടെ ഇന്ത്യൻ സ്കൂൾ ഇസാ ടൗൺ ക്യാമ്പസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ത്യൻ സ്കൂളിൽ ഇസാ ടൗൺ ക്യാമ്പസ്. എത്ര വർഷമായി ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്? ഇന്ത്യൻ സ്കൂളിൽ 11ാമത്തെ വർഷം. 11ാമത്തെ വർഷമാണ്. അപ്പോൾ ഒരു സീനിയർ ടീച്ചറാണ്. ഏതാണ്? മാത്സ് ആണ്. മാത്സ് ആണോ പഠിപ്പിക്കുന്നത്? കുട്ടികളൊക്കെ പേടിക്കുന്ന മാത്സ് ആണ്. ഒരു മാത്സ് ടീച്ചറാണ്. മാത്സ് ടീച്ചറാണ്. നിനക്ക് ഇഷ്ടമാണോ മാത്സ്? പേരെന്താ മോൻ്റെ? അങ്കിത്. ഗുഡ് നെയിം. നല്ല മാർക്ക് കിട്ടാറുണ്ടോ മാത്സിന്? ഷുവറാണോ? അമ്മ പഠിപ്പിക്കുന്നുണ്ടോ? അമ്മയെ പഠിപ്പിക്കുന്നത്. ഏതാ ക്ലാസ്സിലാണ് പഠിക്കുന്നത് മോനിപ്പോ? ഇനി ഫോർത്തിലോട്ട്. അമ്മ പഠിപ്പിക്കുന്നുണ്ടോ മോനെ? സ്കൂളിൽ? സ്കൂളിലില്ല, വീട്ടിൽ പഠിപ്പിക്കും അല്ലേ? പഠിക്കാതിരിക്കുമ്പോ അമ്മ ചെറുതായിട്ടൊക്കെ അങ്ങനെയൊന്നുമില്ല. ഓ നല്ല പഠിക്കും അല്ലേ? പഠിക്കും. അതുകൊണ്ടാണ് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇല്ല, ചില കുട്ടികളൊക്കെ എന്താ പറഞ്ഞത്, മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര. അതെനിക്ക് ചില സമയത്ത് അങ്ങനെയൊക്കെ ആവും. അല്ല, ചില കുട്ടികളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അമ്മ ചിലപ്പോ ഈസി ട്രിക്കൊക്കെ പറഞ്ഞു. ഓ, അതാണ് അല്ലേ? ഓക്കെ, നമുക്ക് അതിലോട്ടൊക്കെ വരാം. ഗിരീഷ് എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ അൽക്കുഹുജിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ എത്ര വർഷമായി ഇപ്പോൾ? വേറെ മൊത്തം 27 വർഷം. 27 വർഷം. 98 കൊല്ലമുണ്ട്. ആ ശരി. ടീച്ചർ എത്ര വർഷമായി ഇപ്പോൾ? 20 വർഷം. 20 വർഷമായിട്ട്. അപ്പൊ 20 വർഷത്തിനിടയ്ക്ക് നാട്ടിൽ പോയായിരുന്നു. അപ്പോഴാണ് ഞാൻ BEd പഠിച്ചത്. കല്യാണം കഴിഞ്ഞ് വന്നു. ഒരു ഒക്ടോബർ 2004 ഇവിടെ എത്തിയത്. വീണ്ടും പോയി 1-2-3 years ആയപ്പോൾ വീട്ടിൽ പോയി. ആ ശരി. പൊതുവിൽ ഞാനിപ്പോൾ മോനോട് ചോദിച്ച, അങ്കിതനോട് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ടീച്ചറോടും ചോദിക്കാനുള്ളത്. പൊതുവിൽ എല്ലാ കുട്ടികളും പറയാറുള്ള ഒരു കാര്യമാണ് മാത്സ്. മാത്സ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം. ഇങ്ങനെ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ കുട്ടികൾ പറയുന്നത്? നമ്മളെല്ലാ സബ്ജക്റ്റും ഒരുപോലെയാണല്ലോ. അപ്പൊ മാത്സ് മാത്രം എന്താണ് കുട്ടികൾക്ക് ഒരു താല്പര്യമില്ലാത്ത പോലെ? എല്ലാ കുട്ടികളും അല്ല, ചില കുട്ടികൾ. എല്ലാ സബ്ജക്റ്റും ഒരുപോലെ അല്ല. മാത്സ് കുറച്ചുകൂടെ ഈസിയാണ്. എല്ലാ സബ്ജക്റ്റിനെ അപേക്ഷിച്ച് മാത്സ് ആണ് ഈസി. കാരണം അത് എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ചില ടീച്ചേഴ്സ് ഉണ്ട്. ഞാൻ തന്നെ ചില ടീച്ചേഴ്സ് അവരും നമ്മുടെ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പറയാം. ചില ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് തോന്നും. അങ്ങനെ നമ്മുടെ മോനൊക്കെ തന്നെ ചില ആ ടീച്ചർ ഓക്കെയാണ് ടീച്ചർ. അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ കൂടുതൽ പഠിക്കും. ഞാനൊക്കെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലവരെ ഇഷ്ടമല്ല, ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് നമ്മൾ പഠിക്കാറില്ല.
ഇച്ചിരി എനിക്കൊരു 6th 7th ആയപ്പോഴാണ് ഞാൻ മാത്സ് ഇഷ്ടമായി തുടങ്ങിയത്. അതുവരെ മാത്സേ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു. അത് സത്യം പറഞ്ഞെങ്കിൽ ഒരു സാറിൻ്റെ ഇതായിരുന്നു. ആ സാറ് പഠിപ്പിച്ച ശേഷം ആ ഇഷ്ടം കൂടി. അങ്ങനെയാണ് മാത്സിനോട്ട് എനിക്ക് താല്പര്യം വന്നതും പിന്നെ അതങ്ങ് തുടർന്നു. പിന്നെ മാത്സ് തന്നെ 12th പിന്നെ B.Ed വരെ മാത്സ് പഠിച്ചത്. ടീച്ചർ പറഞ്ഞു വരുന്നത് വെച്ചാല് നമ്മൾ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് മാത്സ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നു. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഗണിതം മധുരമാണ്, വളരെ ലളിതമായ രീതിയിൽ പല കളികളിലൂടെയൊക്കെയാണ് മാത്സിന്റെ ഒരു തുടക്കം കുട്ടികളിലൂടെ പഠിപ്പിച്ചെടുക്കുവാണെങ്കിൽ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം വരും ആ മാത്സിനോട്. ബാക്കി സബ്ജക്റ്റിനെ അപേക്ഷിച്ച് നമുക്കൊന്നും കാണാതെ പഠിക്കാനൊന്നും ഇല്ല. നമ്മൾ പഠിപ്പിക്കുന്ന രീതിയും ഉണ്ട്, തീർച്ചയായിട്ടും അതുണ്ട് മാത്സിന്റെ കാര്യത്തില്. ജസ്റ്റ് അതിനൊന്ന് ഇഷ്ടപ്പെട്ടാൽ മതി, നന്നായിട്ടൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ ഇഷ്ടം അത് തന്നെയാണ് ഇഷ്ടം തോന്നുന്നത്. പിന്നെ നമ്മൾ അതിനോട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് 6th വരെ മാത്സ് ഇഷ്ടമേ അല്ലായിരുന്ന ഒരാളാണ്. അതിന് ശേഷമാണ് മാത്സിന് ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. അത് ഇപ്പോഴും ആ ഒരു ഇഷ്ടമുണ്ട്. തീർച്ചയായിട്ടും മാത്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാത്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മള് തിലകൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഭൂഗോളത്തിന്റെ സ്പന്ദനം ഗണിതശാസ്ത്രത്തിലാണ് അല്ലേ? സത്യമാണ്. മാത്സ് നല്ല മാർക്ക് മേടിച്ച് ജയിക്കാം മാത്സിന്. അല്ലെങ്കിൽ അതാണ് അമ്മയ്ക്ക് നാണക്കേടാണ്. എല്ലാ കുട്ടികളോടും പറയുക മാത്സ് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക എന്ന് പറയുക. നമുക്കല്ലേ പാട്ട് പാടും അല്ലേ? പാടും. ഡാൻസ് ഇഷ്ടമാണ്. ഡാൻസ് സകല കലാവല്ലഭനാണ്. ആക്ടിങ് ഇഷ്ടമാണ്. പിന്നെ മോഡൽ ആണ്. ഇത് നാട്ടിലൊരു സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഐക്കോണില് വിന്നറാണ് ഒരു 2 years മുന്നേ, 2023. അപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷനിലോട്ട് പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടീച്ചർ ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. എങ്ങനെയാണ് ആ ഒരു സൗന്ദര്യ മത്സരത്തിൽ എത്തിപ്പെടുന്നത്? അതിനുശേഷമുള്ള വിശേഷങ്ങൾ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? അതിങ്ങനെ ഒരു ആഡ് കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ടാണ്, എന്നോട് 5th മുതലേ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ട്, ഒന്ന് അപ്ലൈ ചെയ്യാവോ ചോദിച്ചു. കാരണം ഞാൻ കുറച്ച് ടോളാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് അപ്ലൈ ചെയ്യാവല്ലോ എന്ന് ചോദിച്ചു. എനിക്ക് പക്ഷേ പേടിയൊക്കെ നമുക്കറിയാമല്ലോ, നമുക്ക് അത്ര ഒരു ഇതില്ല, പേടിയാണ്, വേണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ആൾ തന്നെ, എൻ്റെ ഫ്രണ്ട് തന്നെയാണ് അത് അപ്ലൈ ചെയ്തത്. അപ്ലൈ ചെയ്ത് അപ്പോൾ സെലക്ഷന് കിട്ടി. സെലക്ഷൻ വന്നു. ഓഡിഷൻ റൗണ്ടായിരുന്നു. ഫസ്റ്റ് റൗണ്ട് സെലക്ഷൻ ആയിട്ട് വീണ്ടും 2nd റൗണ്ടിലോട്ട് വിളിച്ചായിരുന്നു. അതും കഴിഞ്ഞ് 3rd റൗണ്ട്, 3 റൗണ്ട്സ് ഉണ്ടായിരുന്നു. 3 റൗണ്ട്സും കഴിഞ്ഞാണ് ഫൈനല്. ഏകദേശം 3000-ഓളം പേര് അപ്ലൈ ചെയ്തതാണ്. ലാസ്റ്റ് 28 പേര് ഫൈനലിൽ എത്തിയത്. ഗ്രാൻഡ് ഫിനാലേക്ക് 28 പേരുണ്ടായിരുന്നു. അതിലൊരാളായിട്ട് എനിക്കും കിട്ടി. അതൊക്കെ സന്തോഷം തോന്നി. കാരണം എനിക്ക് എൻ്റെ ഈ പറഞ്ഞ പോലെ ടീനേജിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ റാമ്പ് വാക്കും അതൊക്കെ. അപ്പോഴൊന്നും നടന്നില്ല. അറിയാമല്ലോ, പണ്ടത്തെ ഒരു സാധാരണ യാഥാസ്ഥിതിക കുടുംബത്തിൽ ഇതൊന്നും നടക്കത്തില്ല. ഇന്നൊക്കെ ആണെങ്കിൽ ഓക്കെ. അങ്ങനെയാണിത് കിട്ടി. എൻ്റെ മോൻ്റെ ടീനേജിലാണ് എനിക്കതിൽ അവസരം കിട്ടിയത്. എൻ്റെ ടീനേജിൽ ആഗ്രഹിച്ചു എനിക്ക് മൂത്ത ഒരു മോനുണ്ട്. അവൻ്റെ ഒരു 17-16 വയസ്സിലാണ് എനിക്ക് സെലക്ഷൻ കിട്ടിയത്. യഥാർത്ഥത്തിൽ ഈ ഒരു സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ബേസിക്കലി ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചർ പറഞ്ഞു ഞാൻ കുറച്ച് ടോളസ്റ്റ് ആണ്. അങ്ങനെ നല്ല ഹൈറ്റ് ഉള്ളവർക്ക് അല്ല, ഹൈറ്റും എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഹൈറ്റ് ചോദിക്കുന്നുണ്ട്, വെയിറ്റ് ചോദിക്കുന്നുണ്ട്, എല്ലാം ചോദിക്കുന്നുണ്ട്. എൻ്റെ അത്ര ഹൈറ്റ് ഇല്ലാത്തവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും അതിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? മാനദണ്ഡം അവരിതൊക്കെയാ പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ നമുക്ക് പറഞ്ഞില്ലേ, ഓഡിഷൻ റൗണ്ടിലുണ്ടായിരുന്നു. ഓരോരോ റൗണ്ട് ഇങ്ങനെ നമ്മുടെ കുറിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അങ്ങനെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു. എല്ലാം ഓൺലൈനിലായിരുന്നു. അതിലൊക്കെ ഫസ്റ്റ് റൗണ്ട് വിൻ ചെയ്തു. അങ്ങനെയാണ് 2nd റൗണ്ടിലോട്ട് സെലക്ഷൻ കിട്ടിയത്. അതിലും നമുക്ക് ക്യാറ്റ് വാക്കൊക്കെ നമ്മൾ വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്ത് ഓരോ പാർക്കിലൊക്കെ പോയി ക്യാറ്റ് വാക്കൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് അയച്ചു കൊടുക്കും. അതൊക്കെ അതായിരുന്നു 2nd റൗണ്ട്. അത് കഴിഞ്ഞിട്ടാണ് 3rd റൗണ്ടിലോട്ട് വന്നതും. അതും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ പല അവർ പറയും, ഓരോന്നും അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുക,
അവർ തന്നെ അഭിമുഖങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് സെലക്ട് കിട്ടി. ഇതിപ്പോ 2023 സെപ്റ്റംബറിലായിരുന്നു. കല്യാണം കഴിഞ്ഞു, 40 വയസ്സായി. അപ്പോ പുള്ളിക്കാരന്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരുന്നു സപ്പോർട്ടായിരുന്നു? ഞാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഫ്രണ്ടിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ പോകുന്നില്ല എന്നാ പറഞ്ഞത്. എനിക്ക് മടിയാ കുറച്ചൊക്കെ. അപ്പൊ ആളാ പറഞ്ഞത് പോണം, ഒന്ന് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തതും ഞാനല്ല, എൻ്റെ പറഞ്ഞ പോലെ ബയോഡേറ്റ ഒക്കെ വാങ്ങി ഫ്രണ്ടാണ്. ആള് പറഞ്ഞു ഒന്ന് വെറുതെ നോക്കാം. അപ്പം ഫസ്റ്റ് റൗണ്ട് കിട്ടി, സെലക്ഷനായി. ഫസ്റ്റ് റൗണ്ടിൽ ഓക്കെ നമുക്ക് സെക്കൻഡ് വെറുതെ നോക്കാം. അങ്ങനെ സെക്കൻഡ് ചെയ്തു, അങ്ങനെ തേർഡ് ചെയ്തു, അങ്ങനെ ഗ്രാൻഡ് ഫിനാലയിൽ എത്തി. ഒരു സബ് ടൈറ്റിലും കിട്ടി. സന്തോഷം. മിസ് കേരള, മിസ്സീസ് കേരളയുടെ സബ് ടൈറ്റിൽ കിട്ടി. ഓ ശരി. അതിനുശേഷം വേറെ അതിനുശേഷം ആ ഇയർ തന്നെ മിസ്സീസ് ഇന്ത്യക്ക് അതിൽ 9 റൗണ്ട്സ് ഉണ്ടായിരുന്നു. അത് സെലക്ഷൻ കിട്ടിയായിരുന്നു. അത് 2024 സെപ്റ്റംബറിലായിരുന്നു. അതിൻ്റെ ഡൽഹിയിൽ വെച്ചായിരുന്നു. അതൊരു പേജൻറ്റിൻ്റെ DK എന്ന് പറയുന്നത് സെപ്റ്റംബറിൽ വെച്ചായിരുന്നു. പക്ഷെ ഞാൻ പ്രാക്ടീസ് ഞാൻ അന്ന് മുതൽ ഇന്നൊരു എക്സർസൈസ് ചെയ്യുന്ന ആളാണ്. ത്രെഡ്മില്ലിൽ ഒന്ന് വീണു, 2 കാലിനും പരിക്ക് പറ്റി. അങ്ങനെ അത് അവിടെ നിന്നു, പോകാൻ പറ്റിയില്ല. പക്ഷെ വിൻ ചെയ്തു. ഓഡിഷൻ എല്ലാം കഴിഞ്ഞത്. അതിന് എന്തെങ്കിലും പോവും. ബ്രോ, ഈ ഒരു സൗന്ദര്യ മത്സരത്തിനോട് സ്വന്തം ഭാര്യ പോയപ്പോഴത്തേക്ക് എന്ത് തോന്നി? തോന്നാന്നില്ല, നമ്മളൊരു മോട്ടിവേഷൻ കൊടുത്തു, അത്രേ ഉള്ളൂ. പോവാ, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പ്രൈസ് കിട്ടുന്നതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. അത് ഞാൻ പറയും, പോയിട്ടൊന്നും കിട്ടിയില്ലെങ്കിലോ നാണക്കേടല്ലേ നാട്ടിൽ പോകുന്നു. അപ്പൊ പറയാം അതൊന്നും പ്രശ്നമല്ല. മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു അറ്റൻഡ് ചെയ്യണോ. നല്ല പ്രായത്തിൽ പറ്റിയില്ല. അന്നൊക്കെ വീട്ടിൽ നിന്ന് അന്നൊന്നും ഇത്രയും ഇല്ല, മനസ്സിലായി, അറിയാലോ. അന്നത്തെ നമ്മുടെ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ ഒന്നും ഇത്രയ്ക്കൊന്നും പുരോഗമിച്ചിട്ടില്ല. പോകാൻ പറ്റിയില്ല, എനിക്കന്ന് ലീവും കിട്ടിയില്ല. അമ്മയും മോനും കൂടെ അവിടെ നിന്ന് പോയതും നാട്ടിൽ പോയിട്ട് ആലപ്പുഴ വെച്ചായിരുന്നു എൻ്റെ പിന്നാലെ നടന്നത്. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. യഥാർത്ഥത്തിൽ എന്താണ് ഈ സൗന്ദര്യം എന്ന് പറയുന്നത്? സൗന്ദര്യം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യം ഇല്ലാന്നല്ല, അതിനും ഒരു ഭാഗമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാളുടെ വ്യക്തിത്വമാണ്. എന്നിട്ട് അവിടെയും ചോദിച്ചത് നമുക്കിവിടെ 3 ദിവസം ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അതിലോട്ട് പിന്നെ വരാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വം, ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ ഓരോ സാഹചര്യം ആളെങ്ങനെയാണ് മറികടന്ന് വരുന്നത്. പുരുഷന്മാരെ പോലല്ലോ, സ്ത്രീകൾക്ക് ഒരുപാട് കടമ്പകൾ കടന്നു വരാല്ലേ. ഒരു സാഹചര്യം എങ്ങനെയാണ് അവർ മറികടന്നത്, അതൊക്കെയാണ് ഒരു സ്ത്രീയെ ബോൾഡാക്കുന്നത്. അതാണ് അവരുടെ വ്യക്തിത്വം. പിന്നെ ഒരാളെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. ഒരാളെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ആൾക്കാർക്ക് ചിരിക്കാൻ കൂടെ പ്രയാസമാണ്. ആണോ അല്ലേ? നമ്മളൊന്നും ചിരിച്ചാൽ പോലും തിരിച്ച് ചിരിക്കാത്തവരുണ്ട്. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ അതിലൊക്കെയാണ് ഒരു മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അല്ലേ? എൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, ബാഹ്യമായിട്ട് മാത്രമല്ല. ബ്രോയുടെ അഭിപ്രായം എങ്ങനെയാണ്? അതിനോട് യോജിക്കുന്നു. നമ്മൾ പെണ്ണ് കാണാൻ വേണ്ടി പോകുമ്പോൾ പലരും അവിടെ ചെന്നിട്ട് പറയും പെണ്ണിന് സൗന്ദര്യമില്ല. അവിടെ ഈ വ്യക്തിത്വം ആരെങ്കിലും നോക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു അത് നോക്കാറില്ല. പക്ഷെ എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ അതും നോക്കും. ഭാഗ്യമായ സൗന്ദര്യം മാത്രമല്ല, പക്ഷേ അതിന്റെയൊക്കെ ഉള്ളിന്റെ ഉള്ളില് അത് ഞാൻ പറഞ്ഞല്ലോ, കാര്യത്തിനടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാം അത് പറയും. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഓരോ കണ്ണിന്റെയും മൂക്കിന്റെയും നമ്മുടെ വായുടെയും ചുണ്ടിന്റെയൊക്കെ ഒരു പ്രത്യേകതരം ഷേപ്പാണോ സൗന്ദര്യം എന്ന് പറയുന്നത്, മുഖത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ട്. ബാഹ്യമായിട്ട് ഒക്കെ ഒരാളെ കാണുമ്പോൾ നമ്മൾ പറയത്തില്ല ആള് സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ്, അത് ഒരു ഘടകമാണ്. പക്ഷെ മൊത്തത്തിലുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആന്തരികമായിട്ടുള്ള ഒരാളുടെ വ്യക്തിത്വം, അതാണ് എൻ്റെ സൗന്ദര്യം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തരുടെ കൺസെപ്റ്റാണ്. അതുകൊണ്ടാട്ടോ ഇപ്പോൾ ഒരു 10 ആൺകുട്ടികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ നിരന്ന് നിൽക്കുമ്പോൾ പുറത്തുനിന്ന് കാണാൻ നിൽക്കുന്ന ഒരു 5 പേരുണ്ടെന്ന് വെച്ചു. ഈ 5 പേർക്കും അവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരിലായിരിക്കും സൗന്ദര്യം എന്ന് പറയുന്നത്. എന്റെ കൺസെപ്റ്റിൽ ചിലപ്പോൾ ഒരു കുട്ടിക്ക് സൗന്ദര്യമുണ്ടെന്ന് പറയും, അടുത്ത ആള് പറയുന്ന വേറെ സൗന്ദര്യമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആ ഒരു വ്യൂ, കാഴ്ചപ്പാട്, അത് തന്നെയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ഏറ്റവും നല്ല ഒരു മനുഷ്യനാവണം, മനുഷ്യത്വമുള്ളവനാവണം. ഒരു നമ്മളെക്കാട്ടിലൊരു ചിലവർ താന്ന ആൾ നമുക്ക് ചിരിക്കാൻ പാടില്ല അയാളോട്, അങ്ങനെയൊക്കെ ഒരു വെയിറ്റിട്ട് നടക്കുന്നവരുണ്ട്. അതല്ല, എല്ലാവരും മനുഷ്യരാണ്. അത് നമ്മളൊന്ന് റെസ്പെക്ട് ചെയ്യുക, ഒരാളെ കണ്ട ചിരിക്കുക, അതൊക്കെയാണ്. അതും ഒരു എൻ്റെ വീക്ഷണത്തിൽ അതൊക്കെ സൗന്ദര്യമുള്ള ആൾക്കാരാണെന്ന് പറയാം, അല്ലേ? വ്യക്തിത്വം. തീർച്ചയായിട്ടും.
അല്ല, ഇതിൽ നിന്നും ഇപ്പോൾ ഈ സൗന്ദര്യ മത്സരത്തിന് പോയതിന് ശേഷം ടീച്ചർക്ക് അതിൽ നിന്നും കിട്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? സത്യം പറയാൻ ഞങ്ങൾക്ക് മൂന്ന് ദിവസം അവിടെ പ്രാക്ടീസ് ഉണ്ട്. ഒന്ന് കാറ്റ് വാക്ക്, പിന്നെ നമ്മുടെ ഡ്രസ്സിങ്, നമ്മുടെ വികാസ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ആളിൻ്റെ ഇത് മേക്കപ്പിൻ്റെ അതിനെക്കുറിച്ച് അങ്ങനെ 3 ദിവസം കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അത് ഉണ്ട് തന്നെയാണ് 3 ദിവസം. 3ാമത്തെ ദിവസമാണ് ഗ്രാൻഡ് ഫിനാലെ നമ്മുടെ സ്റ്റേജ് കയറ്റുന്നത്. അതൊക്കെ നമ്മുടെ അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് 3 ദിവസം. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ശരി. അല്ല, ഇത് കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്ത് നിന്നും കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്നൊക്കെ സത്യം പറയുമെങ്കിൽ ഞാൻ പോകാതിരുന്നപ്പോൾ എൻ്റെ ടീച്ചേഴ്സിന്റെ പേര് എടുത്ത് പറയാമോ എന്ന് അറിയത്തില്ല. കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒരു ആശ ടീച്ചർ, ദിവ്യ, ഇവരൊക്കെ ഇത്തിരി സീനിയേഴ്സ് ടീച്ചറാണ്. ഇവരൊക്കെ സത്യം പറയും കൂടുതൽ പ്രോത്സാഹനം തന്നുകൊണ്ടാണ് ഞാൻ പോകാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എങ്ങനെയാണ് ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇവരൊക്കെ ഒരുപാട് എൻ്റെ അടുത്ത് പോകാൻ വേണ്ടി നന്നായിട്ട് എന്താ പറയുക എൻകറേജ് ചെയ്ത ആൾക്കാരാണ്. വന്ന ശേഷവും ഭയങ്കര സ്വീകരണമായിരുന്നു സ്കൂളിലെല്ലാവരും. പിന്നെ പുറത്തുനിന്നും ഒരുപാട് ആശംസകളും അതും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജസേന സാറ് ഒരു വിഷ് അറിയിച്ചു. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഡയറക്റ്റ് അതൊരു ഭയങ്കര സന്തോഷമാണ്. സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അപ്രിസിയേഷൻ കിട്ടിയോ? സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അങ്കിതേ, അമ്മ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്തിട്ട് ഒരു ചെറിയ പ്രൈസൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോനെന്ത് തോന്നിയപ്പോഴേ? മോനവിടെ ഉണ്ടായിരുന്നു. അച്ഛന് വരാൻ പറ്റിയില്ല. എൻ്റെ അച്ഛനും അമ്മയും മോനും വന്നായിരുന്നു കാണാൻ. മോനും അതേ വർഷമാണ് അവനും സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഐക്കോണിൽ കിട്ടിയത്. ഇവന് ഇതൊക്കെ താല്പര്യമുള്ള ആളാണ്. പാട്ട്, ഡാൻസ്, ഇങ്ങനത്തതൊക്കെ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? വേറെ അങ്ങനെ ഡാൻസ് കളിക്കുമായിരുന്നു. ചെറുതായിട്ടൊക്കെ പാട്ട് പാടുമായിരുന്നു. പഠിക്കുമ്പോൾ ഇതെല്ലാം യൂത്ത് ഫെസ്റ്റിവൽ വന്ന എല്ലാത്തിനും പോകുന്ന ആളാണ്. ലാസ്റ്റ് ദേശീയ ഗാനമുണ്ട്, അതിന് വരെ മത്സരം ഉണ്ടായിരുന്നു. അതുവരെ പങ്കെടുത്ത് ഇരുന്ന ആളാണ്. ഇപ്പോൾ ഇല്ല. ഡ്രാമ കളിക്കാറുണ്ടായിരുന്നു സ്കൂളിൽ. അല്ലാതെ ഏതെങ്കിലും ആൽബത്തിലോ അങ്ങനെ ഷോർട്ട് ഫിലിമിലോ അഭിനയിച്ചിട്ട്? ഇല്ല. ഇവിടെ ഇതുവരെ ഇല്ല. അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു നാടകത്തിൽ അഭിനയിച്ചില്ലേ? അതൊക്കെ ഡ്രാമ അതൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഷോർട്ട് ഫിലിം ഒന്നും വന്നിട്ടില്ല, ചെയ്തിട്ടില്ല. ശരി. പിന്നെ നാട്ടില് വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടില് അച്ഛൻ, അമ്മ, ബ്രദർ കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. ബ്രോയുടെ വീട്ടിലോ? എനിക്ക് അച്ഛനും അമ്മ, ഒരു സിസ്റ്റർ. ഇടയ്ക്ക് ഇപ്പം അടുത്ത നാട്ടിൽ വല്ല പോയിരുന്നോ? വെക്കേഷന് പോയിരുന്നു കഴിഞ്ഞ ജൂലൈ ഓഗസ്റ്റ്. അപ്പോൾ ഗിരീഷ് ഭായ്, ടീച്ചറെ കുറിച്ച് 1-2 കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമല്ലോ? ശ്രമിക്കും. പോസിറ്റീവായിട്ടുള്ള ടീച്ചറുടെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറയാം. എല്ലാ കാര്യത്തിനും സ്മാർട്ടായിട്ട് പിള്ളേരെ കാര്യങ്ങൾ നോക്കുന്നതിലും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിലും എല്ലാം പഠിക്കുകയാണ്. സ്കൂള്, ജോലിയും അതിനിടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളും പിള്ളേരെ പഠിപ്പിക്കലും എല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ പുള്ളിക്കാരത്തെ കല്യാണം കഴിച്ചത് കൊണ്ട് കല്യാണം കഴിഞ്ഞ എനിക്ക് ജീവിതത്തിൽ നല്ലതേ വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം വേറെ കുഴപ്പമായിട്ടൊന്നുമില്ല. എല്ലാം നല്ലതായിട്ട് ഉയർച്ച വന്നിട്ടുള്ളൂ, താഴ്ച വന്നിട്ടില്ല. ദേഷ്യം വരാറുണ്ടോ പുള്ളിക്കാരത്തേക്ക് പെട്ടെന്ന്? ചില സമയത്ത് ദേഷ്യം ഇല്ലാത്ത ആളായിരുന്നു. ചില സമയത്ത് ഒരു ഉത്തരവേ ഉള്ളൂ. അത് വീട്ടിൽ സ്വാഭാവികമല്ലേ, എല്ലാ കുടുംബത്തിനും പറ്റുന്നല്ലേ. അങ്ങനെ അച്ഛനമ്മ വഴക്കൂടാറുണ്ടോ? ഇല്ല. സൗന്ദര്യ പണക്ക് സ്വാഭാവികമായിട്ട്. ഗിരീഷിനെ കുറിച്ചുള്ള 1-2 നെഗറ്റീവ് കാര്യങ്ങൾ പറയാമോ? നെഗറ്റീവ് പറയാം ഉണ്ട്. അതിനെക്കാട്ടിലും ഒരു പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവ് പറയാന്നുണ്ടെങ്കിൽ ചെറിയ ദേഷ്യക്കാരനാണ്. ദേഷ്യം വരും, പെട്ടെന്ന് ദേഷ്യമാവും, പെട്ടെന്ന് തണുക്കും. അതാണ് നെഗറ്റീവ്. പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നല്ലപോലെ എന്നെ സഹായിക്കും. അല്ലെങ്കിൽ എനിക്ക് എല്ലാം കൂടെ നോക്കാൻ പറ്റത്തില്ല, ഒരുപാട് സഹായിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഏത് ആഗ്രഹത്തിനും ആള് സപ്പോർട്ടാണ്. അത് പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കന്ന് പോകാൻ പറ്റും. ഞാൻ പോകുന്നില്ല പറഞ്ഞത്. 2ാമത് മിസ്സിസ് ഇന്ത്യക്ക് ഈ കാല് വയ്യാതെ ഇരുന്നപ്പോഴും എന്നെ ടിക്കറ്റ് എടുത്തേരും പോകുമെന്ന് പറഞ്ഞ ആളാണ്. സാഹചര്യം കൊണ്ട് പോകാത്തത്. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ്
അത്രയും പോകാൻ എത്താൻ പറ്റിയത്. ഇത് നമ്മുടെ വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ് അല്ലേ? അപ്പോൾ വിഷുവിൻ്റെ കുറേ എക്സ്പീരിയൻസുകൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? പഴയ കാലത്ത് വിഷു നാട്ടിലായിരുന്ന സമയത്ത് വിഷു ആഘോഷിക്കുന്ന സമയത്ത് ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? പണ്ടത്തെ കാലത്ത് പ്രധാനം കണിയാണ്, വിഷുക്കണി. വിഷു കണി അമ്മ ഒരുക്കുന്നതും അതിപ്പോഴും ഓർമ്മയുണ്ട്. രാവിലെ അമ്മ തന്നെയാണ് ഉണർത്തി കൊണ്ടുവന്ന് വിഷുക്കണി കാണുന്ന ഇതൊക്കെ തന്നെയാണ്. കൈനീട്ടം അതാണ് ഏറ്റവും പ്രധാനം. വിഷുക്കണി അത് കാത്തിരിക്കുമല്ലോ നമ്മള്. എപ്പോ വിഷു ആവും, വിഷുക്കണി കിട്ടും. ഓരോ വർഷവും ആ ഒരു സമയത്തല്ലേ വിഷു. അങ്ങനെ അപ്പൂപ്പൻ, അച്ഛൻ, അമ്മ എല്ലാരെയും അമ്മൂമ്മ വിഷുക്കണി കിട്ടും. തലേദിവസം തന്നെ അതിന്റെ കണിക്കുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതും. മോന് വിഷുവിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അറിയും. എന്താ വിഷു എന്ന് പറഞ്ഞാല്? അറിയാന്നുള്ള പറഞ്ഞു. നമ്മള് വിഷുക്കണി വെക്കാം. കൈനീട്ടൊക്കെ കൈനീട്ടം കിട്ടുന്ന സംഭവം അതാണ് വിഷു. എല്ലാ വർഷവും വിഷു. അതാണോ? എന്താണ് വിഷു എന്ന് വിഷുക്കണി കേട്ടിട്ടുണ്ടോ? കാണുന്ന ഓർമ്മയില്ല. എന്താണ് കണി കാണാറുള്ളത് സാധാരണ? കൃഷ്ണനെ കണി കാണാറുണ്ട്. മോൻ ഇവിടെ തന്നെയാണോ ജനിച്ചത്, വളർന്നത്? പിന്നെ കുട്ടികൾക്ക് അതിനെ കുറിച്ച് നാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ എന്നാലും എല്ലാ വർഷവും വിഷുക്കണി കാണാറുണ്ട്. ആള് തന്നെയാണ് കണി ഒരുക്കുന്നതൊക്കെ. അതൊക്കെ ഓർമ്മ, അതൊക്കെ ചെയ്യാറുണ്ട്. ശരി. ഇവിടെ ഏതെങ്കിലും സംഘടനകളുമായിട്ട് ഏതെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ആനന്ദപുരി അസോസിയേഷനിൽ. ആനന്ദപുരി അസോസിയേഷനിൽ അതിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ രണ്ടുപേരും ഉണ്ടോ? അത് തിരുവനന്തപുരത്തിന്റെ സംഘടന. ശരി. അല്ലാതെ ഈ കലാപരമായിട്ടുള്ള എന്തെങ്കിലും സംഘടനകളിൽ ഇല്ല. ഇതുമായിട്ടൊന്നും. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആങ്കറിങ് ഒക്കെ ചെയ്യും. അതിപ്പോ ചെയ്യുന്നു. പിന്നെ ജഡ്ജായിട്ട് പോകാറുണ്ട് ഫാഷൻ ഷോ. അതിന് ഇപ്പോൾ സമാജത്തിലൊന്ന് കഴിഞ്ഞായിരുന്നു നമ്മുടെ കേരളോത്സവമായിട്ട് ബന്ധപ്പെട്ട്. അല്ലാതെ ജഡ്ജായിട്ട് പോകാറുണ്ട് ഫാഷൻ ഷോസ്. ശരി. പിന്നെ ആങ്കറിങ് ചെയ്യുന്നതിന്റെ എക്സ്പീരിയൻസ് അതിപ്പോ നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും ഓക്കെയാണ്. ചെയ്തു തന്നപ്പോ എനിക്ക് അത് ഗുരുവിന്റെ അടുത്ത് നമ്മുടെ അനുഭവം ഗുരു ഇങ്ങോട്ട് കുറച്ച് പഠിപ്പിച്ചു തന്നാലും. അല്ല, എന്ത് തോന്നി ഒരു ലൈവ് ഷോയില് ആദ്യമായിട്ട് വന്നിരുന്നപ്പോ എന്ത് തോന്നി? ആദ്യം സത്യം പറയുമെങ്കിൽ പേടി തോന്നി, ഒരു ടെൻഷൻ ഉണ്ടായി. പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് അതെനിക്ക് മുന്നോട്ട് വരണം. എനിക്കിപ്പോ അത് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഈ ഗുരുവിനെയൊക്കെ പിന്തുടർന്ന് വരണം എന്ന് വിചാരിക്കുന്നു. സാറിന്റെ ഒക്കെ കാണാറുണ്ട്. ഇപ്പൊ നാട്ടില് നടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അല്ലെ? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ അറിയാലോ രാസലഹരിയുടെ പ്രശ്നങ്ങൾ. അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ഒരു ഭയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു അതിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ? സത്യം പറഞ്ഞ നാട്ടിലെ കാര്യം ആലോചിച്ചാൽ ഭയങ്കര വിഷമത്തോടെ ദിവസവും നമ്മൾ ന്യൂസ് കാണുമ്പോൾ തന്നെയാണ് എന്നും കേൾക്കുന്നത്. ഇവിടെയൊക്കെ ഇത്ര ബെറ്റർ എന്നാണ്. അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ കുട്ടികൾ ഈ പ്രവാസ ലോകത്ത് സേഫ് ആണോ? സേഫ് ആണ്. എനിക്കിപ്പോൾ തോന്നുന്നു നാട്ടിലെ അപേക്ഷിച്ച് സേഫ് ആണ്. നാട്ടിൽ ഓരോ ദിവസവും ഓരോ ദിവസം കിടക്കുന്ന വാർത്തകൾ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. ഓരോ കുട്ടികളെ ആലോചിക്കുമ്പോൾ പിന്നെ ഈ കുട്ടികൾ എന്തുണ്ടെങ്കിലും അച്ഛനമ്മമാരോട് പറയുക. അപ്പം അച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ അമ്മയോട് പറയാം, അതല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പറയാം. ഞാനൊക്കെ എൻ്റെ കുട്ടികളോട് ഒരുപാട് സംസാരിക്കും. എന്തെങ്കിലും നമുക്കറിയാൻ പറ്റും ഒരു കുട്ടിയുടെ മുഖം കാണുമ്പോൾ എന്തോ വിഷമമുണ്ട്, സത്യം പറയുമെങ്കിൽ ഞാൻ വിളിച്ച് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അങ്ങനെയൊക്കെ കുട്ടികൾ പറയുകയാണെങ്കിൽ അവർക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അബദ്ധത്തിൽ ചാടിയവർക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ല, അവരെ അബദ്ധത്തിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പേ തന്നെ രക്ഷകർത്താക്കൾ അവര് സംസാരിക്കണം, മക്കളോട് സംസാരിക്കാൻ. ഏറ്റവും കൂടുതൽ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് അച്ഛനും മക്കളും തമ്മിൽ സംസാരം കുറവാണ്. പണ്ട് കാലത്താണെങ്കിൽ കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നപ്പോ എല്ലാരും വളഞ്ഞിരുന്ന് സംസാരിക്കുന്നു. എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്ന് അച്ഛനും അമ്മ. ഇപ്പൊ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കൂടുതലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൊബൈലിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്ന പരിപാടികളൊക്കെയാണ് ഉള്ളത്. ഞാനൊക്കെ സ്കൂളിൽ നിന്ന് വന്ന ഒരു അരമണിക്കൂർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്ഥലം വരെ ഇരുന്ന് അങ്ങനെ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യവും എന്തൊക്കെ ഒന്ന് നടന്നു അത് ഫുള്ളും അമ്മയോട് സംസാരിക്കാറുണ്ട്. ഞാനും അമ്മയും അങ്ങനെ ആയിരുന്നു. അങ്ങനത്തെ ഇല്ല ഇപ്പോഴത്തെ തലമുറ. അങ്ങനെ അല്ല. അങ്ങനെ ആയി വന്നാൽ വരണം എങ്കിൽ മാത്രമേ ഈ തലമുറ രക്ഷപ്പെട്ട് വരത്തുള്ളൂ. എന്നുവെച്ചാൽ എല്ലാവരും ഓരോ കാര്യത്തിൽ പോയി പെട്ടതിന് ശേഷമാണ് അച്ഛനമ്മയും തന്നെ ഇത് കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. പിന്നെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. സത്യം.
ഇത് ഈ ഗ്യാപ്പാ സംസാരിക്കുന്നില്ല, അതാണ്. ഒരു 10 മിനിറ്റ് ഒന്ന് നമ്മുടെ മക്കളോട് സംസാരിക്കണം, അങ്ങനെയാണ്. അല്ല, അത് സംസാരിക്കാനുള്ള സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കുട്ടികൾ നമ്മളുടെ അടുത്ത് എന്ത് കാര്യവും വന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഇതുണ്ടാവും, ഒരു മടി ഉണ്ടാവും. ആ ഒരു മടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് വന്ന് പറയും. അത് ചില വീടുകളിൽ പേടിയാ, അച്ഛനോട് പേടി, അമ്മയോട് പേടി, അങ്ങനെയാ. മക്കള് എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ കുട്ടികളെ സുഹൃത്തുക്കളായിട്ടോ കൂടുതൽ അവരുമായിട്ട് ക്ലോസ് ആയ അവർക്കും പേടി ഉണ്ടാവത്തില്ല, അവരെല്ലാം പറയും. അച്ഛനമ്മയെക്കാളും ചില ടീച്ചർമാരുടെ കുട്ടികൾക്ക് ഒരു കൂടുതൽ ഇഷ്ടവും കാര്യങ്ങളും എന്തും ടീച്ചറോടായിരിക്കും ചിലപ്പോൾ തുറന്നു പറയുന്നത്. ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരു ടീച്ചറിന് ഒരു കുട്ടിയെ സത്യം പറയുമെങ്കിൽ ഒരു ക്ലാസ്സിൽ 40 പിള്ളേർ ഇരിക്കുവാണെങ്കിൽ ഒരു കുട്ടി ഒരു മാറ്റം നമുക്ക് ഒരു ദിവസം ഒരു മാറ്റം ഉണ്ടായി ടീച്ചറിന്, നല്ല ഒരു ടീച്ചറിനെ കണ്ടുപിടിക്കാൻ പറ്റും. സത്യം അത്. അതായത് ടീച്ചറിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു അധ്യാപികയാണല്ലോ, ആ ഒരു അധ്യാപക ജീവിതത്തിൽ ഏതെങ്കിലും കുട്ടികൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പേഴ്സണലായിട്ട് സംസാരിച്ച് ഏതെങ്കിലും ഇവിടെ ഡ്രഗ്സ് അങ്ങനത്തെ ഇതല്ല, അല്ലാതെ ചില വീട്ടിലെ ചില പ്രോബ്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഡ്വൈസ് കൊടുത്തിട്ടുണ്ട്. ചില കുട്ടികൾ കൗൺസിലിങ്ങിന്റെ വക്കിൽ എത്തി നിൽക്കുന്നവരുണ്ട്. അപ്പോഴാണ് നമ്മുടെയൊക്കെ ചിലപ്പോൾ ചോദിക്കും എന്താന്നൊക്കെ, ടീച്ചർ അങ്ങനെയാണ്. സിമ്പിൾ കാര്യങ്ങൾ അവർ പറയുന്നത്, വേറെ ഒന്നുമല്ല. അമ്മ അടിച്ചു, അച്ഛൻ അടിച്ചു, ഇന്നലെ വഴക്ക് പറഞ്ഞു, ഫോൺ കിട്ടിയില്ല, ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ. അല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. അതൊക്കെ വന്ന് പറയുമ്പോൾ ഒക്കെ അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെയാണ്, എല്ലാവരും അടിക്കുന്നതൊക്കെ കുറച്ച് നമ്മുടെ അഡ്വൈസ് കൊടുക്കുമ്പോൾ അവർ ഓക്കെയാണ്. അവർക്ക് പിന്നെ ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നിഷ്കളങ്കരാണ് അവർ. ഈ പ്രായത്തിലൊക്കെ നമ്മുടെയൊക്കെ ചെറിയ കുട്ടികളാണ്, ആ പ്രായത്തിലൊക്കെ അവർ നമ്മളോട് തന്നെ പറയും. ടീച്ചേഴ്സ് കുറച്ച് ഓപ്പൺ ആയാൽ എനിക്ക് തോന്നുന്നു കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കും. തീർച്ചയായിട്ടും. ഗിരീഷ് ബ്രോ എത്ര വർഷമായെന്ന് പറഞ്ഞു? 27 വർഷം. ഈ 27 വർഷത്തെ പ്രവാസ ജീവിതം ബഹ്റൈനിൽ അല്ലേ, അത് ജീവിതത്തിന്റെ ഒരു സിംഹഭാഗവും പകുതി കൂടുതലായി പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലത്ത് പ്രവാസ ജീവിതത്തിൽ ഇടയിൽ ആ തുടങ്ങിയ മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു യാത്ര ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ്? അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ കഷ്ടപ്പെട്ട് കയറി വന്നു. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജോലി കിട്ടി. കോച്ചിലെ സൂപ്പർവൈസറായിട്ട് നിൽക്കുകയാണ്. ഹാപ്പിയാണ്. വേറെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. സക്സസ്. കല്യാണത്തിന് മുമ്പ് വന്നതാ ഇവിടെ. 25 വയസ്സായപ്പോൾ ഇവിടെ വന്നതാ. കഴിഞ്ഞാണ് കല്യാണവും ഫാമിലി ആയിട്ടും. ഇപ്പം 16 വർഷമായില്ലേ ഫാമിലി ആയിട്ട്. 20 വർഷമായി പോയിട്ട് വീണ്ടും ഞാൻ കഴിഞ്ഞ B.Ed കഴിഞ്ഞത്. പഠിച്ചതെല്ലാം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കല്യാണ ശേഷവും മൂത്ത മോനായ ശേഷമാണ് B.Ed ഇതെല്ലാം നേടിയ കല്യാണം കഴിഞ്ഞിട്ടാണ്. ചില ആൾക്കാർ കല്യാണം കഴിയുന്നതോടെ എല്ലാം കുടുംബിനിയായി ജീവിക്കും. കുറച്ച് ലാവിഷായിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം, എല്ലാം പിടിച്ചു അങ്ങനെ ഒരു കൺട്രോളിലാക്കി. അതെ, അവിടുത്തെ കാര്യമാണ്. എന്റെ കാര്യം പറഞ്ഞാലാണെങ്കിൽ ഞാനെല്ലാം പഠിത്തം പൂർത്തിയാക്കിയതും ഇതും എല്ലാം ഈ പറഞ്ഞ ജോലി, ഈ മത്സരങ്ങൾ, ഇതെല്ലാം ഞാൻ കല്യാണത്തിന് ശേഷമാണ്. അതാ ഞാൻ പറയുന്ന വീട്ടമ്മമാരോട്, കല്യാണം കഴിഞ്ഞാലും മക്കളായാലും നമ്മുടെ അവരുടെ കാര്യവും അതിനോടൊപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെങ്കിൽ നമ്മൾ അതിനോടൊപ്പം കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ അഡ്വൈസ്. എത്രയോ പേരുണ്ട് പാടാൻ കഴിയും. പ്രവാസത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു ഫണ്ണി ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഗൾഫിലോട്ട് പോകുന്ന സമയത്തും, അതായത് പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്തും ബസ്സിൽ കയറാൻ പോകുന്ന സമയത്തും ഒക്കെ മറ്റുള്ളവർ നമുക്ക് തരുന്ന ഒരു അഡ്വൈസ് ഉണ്ട്. എന്താണെന്നറിയാമോ? ബസ്സിൽ കയറാൻ പോകുമ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടികളോടും പ്രവാസിയാകാൻ പോകുന്ന ആൺകുട്ടികളോടും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന്. ഇല്ല, തല വയ്ക്കരുതെന്ന് അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല. ബസ്സിനകത്ത് തല വയ്ക്കാൻ അല്ല, ഇല്ല, കിട്ടുന്നില്ല. പിടിച്ചു നിന്നോണം. കല്യാണം കഴിഞ്ഞാൽ കേട്ടോ, അത്രയ്ക്കും ബുദ്ധി വർക്ക് ചെയ്തില്ല. പിടിച്ചു നിന്നാലേ നിൽക്കുക. ഒരെണ്ണം കൂടി, ഒരു കുസൃതി ചോദ്യം കൂടി. നമ്മുടെ സിഗ്നേച്ചറിനോട് ഒരു
മരം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു കലാരൂപമാവും. എന്താണ് ആ കലാരൂപം? നമ്മുടെ സിഗ്നേച്ചറിനോട് ഒരു മരത്തിൻ്റെ പേര് കൂടി ചേരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മരം കൂടി ചേരുമ്പോൾ ഒരു കലാരൂപത്തിൻ്റെ പേരാവും. മലയാളത്തിലാണോ? അല്ല. അതൊന്നും എനിക്കറിയില്ല. ഒപ്പന അല്ല, ഒപ്പ് അല്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചു ഒപ്പനയാണോ? അതാ ഞാൻ ചോദിച്ചത്. ഒപ്പന സംശയത്തിന്റെ രൂപത്തിൽ പറഞ്ഞോ, ഞാൻ പിന്നെ അങ്ങനെ അംഗീകരിച്ചു. ഒപ്പന കറക്റ്റ് ആണ്. മോൻ നേരത്തെ പാട്ട് പാടുമെന്ന് പറഞ്ഞില്ലേ? ഒരു പാട്ട് കേട്ടാലോ നമുക്ക്? ഒന്ന് പാടി. കരളിൽ പൊന്നിതിയാണു നീളിപ്പോൾ അഴകി ഞാൻ അതിരു കാക്കണ കാവലും കപ്പലുകൾ മുത്തമിടും മധുരമേ പരുദേശയിൽ നടുവായും നായകൻ തൻ അരിയ രാജകുമാരിനി ചിരങ്ങും പാവയല്ലേ തിളങ്ങും വൈരമല്ലേ ബറോസിൻ ഗാനമെന്നും നിനക്കായി മാത്രമല്ലേ ഇസബല്ല ഇസബല്ല കരളിൽ പൊന്നിതിയാണു നീളിപ്പോൾ അരികെ ഞാൻ അതിരു കാക്കണ കാവലും. മോൻ എന്തൊക്കെയാ പഠിക്കുന്ന? ഡാൻസും പാട്ട് പഠിക്കുന്നില്ല? ഇല്ല, പാട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തോ? പഠിക്കണം. ട്രെയിനിങ് അല്ല, പാട്ട് പഠിപ്പിക്കണം. ഇഷ്ടം ആളിന്. ഈ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇംഗ്ലീഷിൽ, മലയാളം അറിയില്ലല്ലോ, മലയാളം സോങ്സ് അല്ലേ ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ച് പഠിക്കുന്നതാണ്. അല്ല, നിങ്ങൾക്ക് ഒരു മൂത്ത മകൻ കൂടി ഉണ്ടല്ലോ, അതെ. അവന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. മൂത്ത ആള് എഞ്ചിനീയറിംഗ് പഠിക്കുക, നാട്ടിലെ എഞ്ചിനീയറിംഗ് 10 yearsന്റെ ഡിഫറൻസ്. അവൻ ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് മോന്റെ പേര്? ഗൗതം. അങ്കിത്. ഗൗതവും അങ്കിത്. ഓക്കെ. ഇതുവരെയുള്ള പ്രവാസ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും ഇൻസിഡൻസ്? അതില്ല, ഒന്നുമില്ല. ഇല്ല. സന്തോഷം. ഇതുവരെ 10-20 വർഷക്കാലമായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് പോവുകയായിരുന്നു, ഒരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ല, ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല? ഒരുപാട് സന്തോഷം പ്രവാസ ജീവിതത്തിലാണോ അതോ പ്രവാസ ജീവിതത്തിൽ? അങ്ങനെ ഗിരീഷ് ബ്രോയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ സന്തോഷം? രണ്ടാമതൊരു കുട്ടി കിട്ടിയത് ഇവിടെ ജനിച്ച് സന്തോഷം, അതൊരു സന്തോഷം കാര്യം. രണ്ടാളും വേറെല്ലാണ് ജനിച്ചതാണ്. മൂത്താളും ജനിച്ചത് നാട്ടിലായിരുന്നു. അല്ല, തൊഴിൽപരമായിട്ടോ അല്ലാതെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ? ഫ്രണ്ട്സിന്റെ ഇടയിൽ എല്ലാരും സന്തോഷം തന്നെയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. ഓരോ ദിവസം അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ദൈവം സഹായിച്ച്. എല്ലാം ദൈവത്തിന് അർപ്പിച്ച് പോകുന്നുണ്ട്. നിങ്ങളെ കല്യാണമൊക്കെ എങ്ങനെയായിരുന്നു? അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 2004 ജനുവരി 26 ആയിരുന്നു. നവംബർ 23 ആണ് വന്നത്. ആ ഇയർ തന്നെ ഡിസംബർ 25 എൻഗേജ്മെന്റ്, ജനുവരി 26 ആയിരുന്നു കല്യാണം. എല്ലാം 2 മാസത്തില്. ഈ ഡേറ്റ് ഒക്കെ വള്ളി പുള്ളി തെറ്റാണെന്ന് ഗിരീഷിന് പറയാൻ പറ്റുമോ? അറിയാല്ലേ? ജനുവരി 26 പഠിച്ചു വെക്കണം. ജനുവരി 26 നമ്മൾ മറക്കാൻ പറ്റാത്ത ദിവസമല്ലേ? ബാക്കിയൊക്കെ മറന്നിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് ആ കല്യാണം കണ്ടുമുട്ടിയത്? എങ്ങനെയാണ് നിങ്ങള്? അല്ല, അത് നമ്മളെ നാട്ടും പുറത്തും നടക്കുന്ന പോലെ, നമ്മളെ നാട്ടിൽ നടക്കുന്ന പോലെ തന്നെ പെണ്ണ് കാണാൻ പോയി. ഓൺലൈൻ ഓൺലി, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ. എണ്ണത്തിനെ പിടിച്ചു. അതാണ് ആ സൗന്ദര്യത്തിന്റെ കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു അന്ന്? അന്ന് ഒന്നും മതിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ ആക്കി. അപ്പോൾ ഇതാണോ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത്? സൗന്ദര്യം പലരുടെ കാഴ്ചപ്പാടിൽ പല സൗന്ദര്യം കാണുമല്ലോ. എനിക്കിതിന് സൗന്ദര്യത്തോട് ഇഷ്ടമായി. അവിടെ വ്യക്തിത്വം ഒന്നും നോക്കിയില്ല? വ്യക്തിത്വമൊക്കെ പിന്നെയല്ലേ നമ്മൾ അറിയുന്നത്. അന്ന് നമ്മൾ അധികം സംസാരിച്ചില്ല, കണ്ടു. ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു സ്പാർക്ക് ഉണ്ടായി. ഇപ്പം അതൊരു അബദ്ധമായെന്നൊന്നും തോന്നുന്നില്ല? ഒരിക്കലും ഇല്ല, തീർച്ചയായിട്ടും. തിരിച്ചും അങ്ങനെ തന്നെയാണ് തോന്നാറ്. അങ്ങനെ അബദ്ധമായൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഞാൻ ഒറ്റ ആളല്ല, അതിന് മുന്നേ 1-2 പേര് വന്നായിരുന്നു. ഞാൻ പറഞ്ഞത് ഹൈറ്റ്, അന്നേ ഹൈറ്റ് കൂടുതലാണ്. ഇന്ന് കുറച്ച് ഹൈറ്റുള്ള, അന്ന് ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ ഹൈറ്റുള്ള
ആള് വന്നു. ഒരു ദിവസം വന്ന് കണ്ടു, പിന്നെ സംസാരിച്ചിട്ടുമില്ല, ഒന്നുമില്ല. പിന്നെ സംസാരിക്കുന്ന കല്യാണം കഴിഞ്ഞിട്ടാ. അന്ന് ഇപ്പോഴത്തെ പോലെ ഫോണും ഓൺലൈനും ഒന്നും അല്ലല്ലോ. ഫോൺ വിളിയും എല്ലാം ഉണ്ടല്ലോ. ഇത് നവംബർ 23 വന്നു. പിന്നെ 26 ജനുവരി 26 കാണുന്നത്. 26 ഇനി ഇപ്പോൾ ഈ ബഹ്റിനിലെ പ്രവാസ ജീവിതത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യാൻ പ്ലാനുണ്ടോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ ലക്ഷ്യങ്ങൾ എന്തെങ്കിലും? ലക്ഷ്യങ്ങൾ അങ്ങനെ അല്ല, സഹായങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെറുതായിട്ട് അതൊക്കെ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് താങ്ങുന്ന പറ്റുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇന്നും ചെയ്യുന്നുണ്ട്. അതെല്ലാം ഉണ്ട്. അല്ലാതെ ഈ കലാപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡ്രീം പ്രൊജക്റ്റുകൾ എന്തെങ്കിലും സിനിമയിൽ അഭിനയിക്കണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ സിനിമ അല്ല, അത് രാജസേന സാറല്ല, വേറൊരു ഡയറക്ടർ നാട്ടിൽ വെച്ച് ഇപ്പം നായിക ഒന്നും അല്ല കേട്ടോ, ഒരു സൈഡ് ഒരു റോള് ചെയ്യുമെന്ന് ചോദിച്ചു. അത്ര ഫേമസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. ഒരു ഡയറക്ടറാ, 1-2 സിനിമ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇവിടെയാണല്ലോ പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് പോയില്ല. അല്ല, ഇവിടെ അങ്ങനെ ഒരു അവസരം വന്നില്ല. മീൻസ് ഇവിടെ ഒരുപാട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ശ്രമിക്കാം, അത്രേ പറയാം. അഭിനയം വരുമെന്ന് അല്ല, ഒരു പക്ഷേ ഇപ്പൊ നമ്മളെ ഇന്റർവ്യൂ കണ്ടിട്ട് ഇപ്പൊ ടീച്ചർക്ക് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്ന് കേട്ടിട്ട് ആരെങ്കിലും അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ പോവാലോ? പോവാം, ശ്രമിക്കാം. എല്ലാ മേഖലയും ശ്രമിക്കാൻ തയ്യാറാണ്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, അത് പിന്നീടുള്ള കാര്യമല്ലേ. ആദ്യം നമുക്ക് വേണ്ട താല്പര്യം. സ്പോർട്സ് ഒഴികെ ബാക്കി എല്ലാ ഇതിലും താല്പര്യം. അപ്പോൾ നല്ല രീതിയിൽ വളരെ വിജയത്തിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ച് ഇതുവരെയും ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ എങ്ങനെയാണ്? നിങ്ങൾ രണ്ടാളും ഒരുപോലെ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതൊക്കെ കൊണ്ടാണ് ഞാനും എന്നോടൊപ്പം തന്നെ കിച്ചണിൽ കയറും. എല്ലാ ജോലിയിലും വീട്ടിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ഉണ്ട്. ഇതിൽ ആരാ നല്ല ഫുഡ് ഉണ്ടാക്കുന്നത്? രണ്ടുപേരും നന്നായിട്ടുണ്ടാക്കും. എന്ത് ഫുഡാണ് നിനക്ക് ഏറ്റവും ഇഷ്ടം? സാമ്പാറും. നീ വെജിറ്റേറിയനാ? എല്ലാം കഴിക്കും. സാമ്പാറാണ് ഇഷ്ടം. ആരാ സാമ്പാറാ ഇഷ്ടം? ഫിഷൊന്നും കഴിക്കത്തില്ല. സാമ്പാറാ ഇഷ്ടം? സാമ്പാർ ഉണ്ടാക്കണം. ഒരു ദിവസം അച്ഛൻ ഉണ്ടാക്കും, ഒരു ദിവസം അമ്മ ഉണ്ടാക്കും. ചിക്കനും സാമ്പാറും ഇഷ്ടമല്ലേ? വെജാണ് ആള് കൂടുതലും. പിന്നെ ചിക്കൻ കഴിക്കും, ഫിഷ് കഴിക്കത്തില്ല. ശരി. അപ്പോൾ ഏതായാലും ഈ വിഷുക്കാലം നല്ലതായി മാറട്ടെ. പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒപ്പം നമ്മുടെ പ്രേക്ഷകർക്കും. തിരിച്ചും വിഷു ആശംസകൾ. ഇതുപോലെ ഒരു ഇന്റർവ്യൂലോട്ട് വിളിച്ചപ്പോഴത്തേക്ക് എന്താണ് തോന്നിയത്? ആദ്യം ഇതൊക്കെ നമ്മളെ കൊണ്ടാവും, നമുക്ക് ആകുമോ എന്ന് തോന്നിയത്. പിന്നെ വിളിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെ സംസാരിക്കാൻ പറ്റി, കാണാൻ പറ്റി, ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ സത്യം സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷമാണുള്ളത്. നിങ്ങളുമായിട്ട് കുറേ സമയം നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം എനിക്ക് കേൾക്കാൻ പറ്റി, അതുപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും. ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മാത്സ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മെസ്സേജ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ്. തീർച്ചയായും ഇന്നത്തെ കുട്ടികളാണെങ്കിൽ സത്യം പറയാമെങ്കിൽ ചെറിയ നമ്മൾ പണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് പഴയ തലമുറ ഇന്നത്തെ ഈ നിലയിലെത്തുന്നതെന്ന് ഒരുപാട് നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഒരു ചെറിയ ചെറിയ ബുദ്ധിമുട്ട്, ചെറിയ വിഷമങ്ങൾ, സത്യം പറയാമെങ്കിൽ അച്ഛൻ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ വഴക്ക് പറഞ്ഞു. ഇപ്പം എന്താ പറയുക, പ്രണയിതാക്കളാണ്, ഒരാൾ അത് പിണങ്ങിപ്പോയി, അല്ലെങ്കിൽ അയാളെ വിട്ടു, ബ്രേക്കപ്പായി, പിന്നെ ഒരു ഫോണ് കിട്ടിയില്ല, ഫോൺ അച്ഛൻ വാങ്ങി വെച്ചു, അമ്മ വാങ്ങി വെച്ചു. ഇതൊക്കെയാണ് അവരുടെ കാര്യങ്ങൾ, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. ഇതിനെന്തുവാ, ഒന്നുകിൽ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ വീട് വിട്ടുപോകും. ഇതൊക്കെയാണ് അവരിന്ന് കാണുന്ന അതിനുള്ള പരിഹാരം എന്ന് പറയാം. സത്യം പറയാമെങ്കിൽ അത് ചെയ്യരുത്. അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊക്കെ എത്രയോ ഇത്രയും ചെറിയ സിമ്പിൾ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ആവാതെ ജീവിതത്തെ ഇതല്ലെങ്കിൽ അടുത്തത് ധൈര്യത്തോടെ നേരിട്ട് മുന്നോട്ട് പോവുക. നമ്മുടെ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ നമ്മളെന്തോ നമ്മൾ ഉറങ്ങുമ്പോഴെല്ലാവരും സ്വപ്നങ്ങൾ കാണാറുണ്ട്, അല്ലേ? ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നമ്മുടെ സ്വപ്നം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ എന്താണോ
നമ്മൾ കാണുന്നത്, നമ്മൾ ആഗ്രഹം അതാവണം നമ്മുടെ ഡ്രീം, നമ്മുടെ എന്താവണമെന്നുള്ളത് അവിടെയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഇന്നത്തെ കുട്ടികളെല്ലാം അതിനെയൊക്കെ എന്താ പറയുക തരണം ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ നല്ലൊരു തലമുറ നമുക്ക് വാർത്തെടുക്കാം. ചെറിയ വിഷമങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ കളയുക. അതാണ് ഇന്നത്തെ കുട്ടികളോട് പറയാനുള്ള. ആരും ഇങ്ങനെ ആത്മഹത്യയിലോട്ടോ വീട് വിട്ട് ഇറങ്ങിപ്പോകും അങ്ങനെ ഒന്നും ചെയ്യരുത്. നമുക്കുണ്ട്, നമ്മളതെല്ലാം സ്ട്രോങ് ആയിട്ട് തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതാണ് ഒരു ടീച്ചർ എന്ന നിലയിലും ഒരു അമ്മ എന്ന നിലയിലും തലമുറയോട് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡിൽ ഒരു വിഷു എന്താ പറയുക സമ്മാനമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒരാളെങ്കിലും ഇത് കേട്ട്, ഒരു കുട്ടിയെങ്കിലും ഇത് കേട്ട് ഒരു നന്മയിലോട്ട് വരുവാണെങ്കിൽ അതാണ് എൻ്റെ ഈ പ്രാവശ്യത്തെ വിഷുവിന് എനിക്ക് കിട്ടുന്ന സമ്മാനം. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസിച്ചു. BMC ഗ്ലോബൽ ലൈവ് മെഗാമാർട്ട് ബിഗ് ലവിൻ്റെ ഇന്നത്തെ ഈ വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ഫാമിലിയുമായി കാണുന്നവരേക്കും ഞാൻ രാജേഷ് പെരുങ്ങുഴി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.